സ്വിറ്റ്സർലാൻഡിലെ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ലീഗൽ മെഡിസിനിലെ ശാസ്ത്രജ്ഞരാണ് പരിശോധന നടത്തിയത്. മനുഷ്യ ശരീരത്തിലുണ്ടാവാൻ സാധ്യതയുള്ളതിന്റെ 18 മടങ്ങധികം പൊളോണിയം 210 എന്ന റേഡിയോ ആക്റ്റീവ് മൂലകം അറഫാത്തിന്റെ ശരീരാവശിഷ്ടങ്ങളിൽ കണ്ടെത്തി. അറഫാത്ത് കൊല്ലപ്പെട്ടത് തന്നെയാണെന്ന നിഗമനമാണ് 108 പേജുള്ള റിപ്പോർട്ട് നൽകുന്നത്. അറഫാത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിലും മറ്റും പൊളോണിയത്തിന്റെ അംശം കണ്ടെത്തിയതായി കഴിഞ്ഞ വർഷം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അറഫാത്തിന്റെ വിധവ സുഹ സമഗ്രമായ പരിശോധന ആവശ്യപ്പെട്ടു. അങ്ങനെ അറഫാത്തിന്റെ ഖബർ തുറന്ന് അവശിഷ്ടങ്ങൾ ശേഖരിക്കാൻ ഫലസ്തീൻ ഭരണകൂടം 2012 നവംബറിൽ അനുമതി നൽകി. സ്വിറ്റ്സർലാൻഡ്, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ നടത്തിയ 1 വർഷം നീണ്ട പരിശോധനയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ടെത്തൽ നടുക്കമുളവാക്കിയെന്ന് റിപ്പോർട്ട് ഏറ്റുവാങ്ങിയ സുഹ പ്രതികരിച്ചു. ഇസ്രയേലാണ് അറഫാത്തിന്റെ കൊലയ്ക്ക് പിന്നിലെന്ന് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഹമാസും ആരോപിച്ചു. ഇസ്രയേലുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കണമെന്നും ആവശ്യമുയർന്നു. 2004 ഒക്ടോബറിലാണ് അറഫാത്ത് മരിക്കുന്നത്. ആരോഗ്യവാനായിരുന്ന അദ്ദേഹം റാമല്ലയിൽ ഇസ്രായേലിന്റെ വീട്ടുതടങ്കലിലായിരിക്കവെയാണ് അജ്ഞാത രോഗം പിടിപെടുന്നത്. ഫ്രാൻസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ന്യൂസ് ഡെസ്ക്